44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മലയാളികളുടെ പവലിയനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന റൈറ്റേഴ്സ് ഫോറത്തിൽ. എൻ്റെ കൂടെയുള്ളത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, മാക്ബത്തിന്റെ ബാക്ക്ബോൺ നമ്മുടെ പ്രിയപ്പെട്ട ഷഹനാസ് ആണ്. എങ്ങനെയുണ്ട് ഇത്തവണ? നന്നായിട്ട് പോകുന്നു. ഇത്തവണ എനിക്ക് ചോദിക്കാനുള്ള സ്ത്രീ എഴുത്തുകാരുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത്തവണ സ്ത്രീ എഴുത്തുകാരെ പറ്റി? ഇപ്പം മാക്ബത്ത് പബ്ലിക്കേഷൻസിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സ്ത്രീ എഴുത്തുകാരുടെ പുസ്തകങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പുസ്തകങ്ങളാണ് ഉള്ളത്. സ്ത്രീകൾ ഒരുപാട് എഴുതുന്നുണ്ട്, പക്ഷെ സ്ത്രീകളെ അങ്ങ് പ്രോത്സാഹിപ്പിക്കപ്പെടാതെ മാറ്റി നിർത്തുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരുപാട് സ്ത്രീകൾ എഴുതാൻ തയ്യാറായിട്ട് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് പ്രവാസി എഴുത്തുകാരിൽ ഒരുപാട് സ്ത്രീകൾ മുന്നേറ്റം സംഭവിക്കുന്നുണ്ട്. അതെ, ഒരുപാട് സ്ത്രീകൾ നമ്മൾക്ക് ചിലപ്പോൾ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ പോലും പുരുഷന്മാരെക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്ന സ്ത്രീകളാണ്. അത് തന്നെ. അതുപോലെ തന്നെ നമുക്കറിയാം, അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് ഇതുപോലെയുള്ള ഒരുപാട് കഴിവുകൾ നഷ്ടപ്പെട്ട അല്ലെ മറന്നുപോയ ഒരുപാട് സ്ത്രീകൾക്ക് ഒരു വെളിച്ചം പകരാനായിട്ട് ഈ അന്താരാഷ്ട്ര പുസ്തകമേള സഹായിക്കുന്നുണ്ടോ ഷഹനാസിന്റെ അഭിപ്രായത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഓരോ പുസ്തകമേളയും ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ആ പുസ്തകമേളയുടെ ഭാഗമായിട്ട് ഇവിടെ വായനയും എഴുത്തും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ പ്രവാസിയായിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ നാട്ടിലെ നമ്മുടെ മണ്ണിൻ്റെ മണവും നാടിൻ്റെ ചൂരും ഒക്കെ വിട്ടിട്ട് ഒരു പ്രവാസിയാകുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഇവിടെ. ആ വീടുകളിലൊക്കെയുള്ള കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ ഇവിടെ വരികയും ഇവിടെയുള്ള എഴുത്തുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്കും എഴുതാനുള്ള തോന്നലും അവരുടെ അനുഭവങ്ങൾ അവർ എഴുത്തായി പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ എപ്പോഴോ മറന്നു വെച്ച ഇഷ്ടങ്ങളുണ്ടാകും. എഴുതാനും പാടാനും നൃത്തം ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള സ്ത്രീകൾ ഒരുപാട് നമുക്കിടയിലൊക്കെ ഉണ്ട്. പക്ഷെ കുടുംബമായി മാറുമ്പോൾ അത് മക്കൾക്ക് വേണ്ടി ഭർത്താക്കന്മാർക്ക് വേണ്ടിയൊക്കെ മാറ്റി വെക്കുന്ന ആ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ എഴുതാനും ഇവിടെ തന്നെ ഇപ്പൊ എഴുത്ത് മാത്രമല്ല, എഴുതാനാണെങ്കിലും പാടാനാണെങ്കിലും എനിക്കിവിടെ നാട്ടില് ബാറ്റ് പോലും എടുക്കാത്ത സ്ത്രീകൾ, ഇവിടെ പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു മലയാളി സ്ത്രീകൾ വളരെ ഉഷാറാണ്. അതെ, വളരെ എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള അത്രയ്ക്ക് സാമൂഹിക പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. അവള് ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ പറയുന്ന ആ രീതി ഇവിടെ ഇല്ല. എല്ലാരും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് വലിയ മാറ്റമാണ്. അത് നമുക്ക് പ്രവാസ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു വലിയ കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ പോട്ടെ. ഇനിയും ദിവസങ്ങൾ മുന്നോട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.